ഓമന ബാബാജി, രാജേന്ദ്ര ചേട്ടൻ പൊന്നുമകൻ, കള്ളക്കേസിലകത്താണ്, ജയിലിൽ നിന്നു കിടപ്പാണ്. വാവാജയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉറങ്ങില്ല. വാവേ ജയിലിൽ അടച്ചിട്ട് വിരസി നടക്കും ചട്ടകളെ പിന്നെ കണ്ടോളാം, പിന്നെ കണ്ടോളാം. വാവേ ജയിലിൽ അടച്ചിട്ട് വിരസി നടക്കും ചട്ടകളെ പിന്നെ കണ്ടോളാം. നമസ്തേ പ്രിയരെ, പ്രകടനം നടത്തിയില്ലെങ്കിലും വാവ പുറത്തിറങ്ങും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കരുത്ത് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകടനം. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും. വാവ നാളെ റിമാൻഡിൽ നിന്നിറങ്ങും. ജയിലിൽ കയറിയ വാവ പുറത്തിറങ്ങുന്നത് പഴയ വാവയായിട്ടല്ല, സംഘടനയ്ക്ക് വേണ്ടി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഭേദിച്ചവനാണവൻ. ഇനി മുതൽ വാവ നമ്മുടെ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിരിക്കും. സംഘടനയുടെ ആഗ്നേയ അസ്ത്രമാണവൻ. ആഗ്നേയ അസ്ത്രമാണ്. ജയ് ഭാരത്. बोलो राजस्थानी शैलेंद्र कुमार बाबा जी की, बोलो राजस्थानी शैलेंद्र कुमार बाबा जी की जय जय केजीपी, जय जय केजीपी. സമയേ ഇപ്പോ ഇറങ്ങായിരിക്കും. बोलो बाबाजी की, बोलो बाबाजी की, बोलो बाबाजी की, बोलो राष्ट्रस्थाई बाबाजी की, बाबाजी की. ജയ് ഭാരത്, ജയ് ഭാരത്, ജയ് ഭാരത്, ജയ് ഭാരത്, ജയ് ഭാരത്. കേറ്റി വണ്ടി കേറ്റി. ജയ് ഭാരത്, ജയ് ഭാരത്, ജയ് ഭാരത്. നല്ലട്ടാ, ഞാൻ ബസ്സിൽ വന്നോളാം. ഇതൊന്നും വേണ്ട. ബാബാജിയാ അതാരി जय जय बाबा जी, बाबा जी की, बाबा जी की. അവരിറക്കിട്ട് മുന്നോട്ട് പോകാൻ വണ്ടി പോകാൻ. जय जय मोहन जी, 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 जय जय बाबा जी, जय जय मोहन जी, जय मोहन जी, जय जय बाबा जी, जय जय मोहन जी. ചെറുക്കനെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ KGPയുടെ ആശയവും ആവേശവുമായ വ്യക്തിജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് KGP. ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ, നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനും ആശംസകൾ അർപ്പിക്കുന്നതിനും KGPയുടെ പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ജയ് ഭാരത്. ഹാരാർപ്പണം. जय जय बाबाजी, जय जय बाबाजी, जय केजीपी, जय केजीपी, जय मोहन जी, जय जय बाबाजी, जय जय केजीपी, बोलो केजीपी की, പൂജനീയ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അന്യമതസ്ഥരായ സഹോദരങ്ങൾ, ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു. വാവയല്ലെങ്കിൽ മറ്റൊരാൾ. നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും.
വാവയെക്കുറിച്ച് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ധീരനാണ് ഈ യുവാവ്. ആർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ. കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവ ആലോചിക്കുന്നത്. ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത്? അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ്. ഈ ധീരനെ KGPയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിക്കും. ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും, നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ 1000 വാവമാർ ആ രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം, വന്ദേ മാതരം. വന്ദേ മാതരം. ജയ് KGP, ജയ് KGP, ജയ് KGP. നീ ചോറെടുത്ത് കഴിക്കും മോനെ. നിന്നെ എല്ലാവർക്കും അറിയാലോ, ആരും ഒന്നും ചെയ്യില്ല. എടുത്ത് കഴിക്കാട്ടാ. ഇവക്ക് വന്ന കൂട്ടര് പോയി. അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരു കൂട്ടർ വരാനുണ്ട്. എന്താവോ എന്തോ. നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലോടാ. അവര് പോണെങ്കിൽ പോട്ടെ, ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി പൊളിക്കാൻ കയറിയെന്ന്. എന്റെ പേടി അതല്ല. നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് എങ്ങും പോകണ്ട. പിന്നെ നമ്മളോടിപ്പം സൈനുത്തയുടെ വീട്ടുകാരും മിണ്ടൂല. അവര് മിണ്ടത്തിലേക്ക് മിണ്ടണ്ട. നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല. വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ, അവര് ലീവിലാണല്ലോ. 2 ആഴ്ചയായിട്ട് ലീവിലാണ്. എന്ന് വരുമെന്നറിയോ? അതറിയില്ല. നമ്മളെ വാവാജി അല്ലേ, ചെമ്പരിക്കല്ലേ? നമസ്തേ ജി. അല്ലെങ്കിൽ എന്റെ തോന്നലായിരിക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മൈൻഡ് ചെയ്യണ്ട. ജാഫർക്ക കേറ്. അവരാരും കേറൂലടാ. നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ. വാവേ, നീ ഒന്ന് സൂക്ഷിച്ചോ. സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ, ഇതെന്ത് നാടാണിത്. വാവേ ഇങ്ങനെ ഞാൻ പറഞ്ഞു. അതെ, ഇവര് പള്ളത്തുനിന്ന് വരികയാണ്. നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ. നീ പോണം. ഓട്ടം പോവാനാണ്? ഓട്ടം പോവാനാ? എടാ, നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം. എന്ത് പീഡനം? അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ബഹുമാനമായിരുന്നില്ലേ? ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. നല്ല ശാപ്പാടും. പിന്നെ ഗൂഢാലോചന ഒന്നും ഇല്ല ചേട്ടാ. ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ പേടിച്ചിട്ട് ചെയ്തതാ.
പിന്നെ ആ മുക്രിയുടെ വൈരാഗ്യവും. ആ അത് തന്നെ, അബദ്ധവശാൽ നീ പള്ളി കയറിയതിന് നിന്നെ തീവ്രവാദിക്ക് തല്ലിയില്ലേ, അത് അവിടെ പോയിട്ട് പറയണം. അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല. ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കൂ. നിന്റെ അതെ, അധികം സാഹിത്യമൊന്നും പറയണ്ട, നീ പോകണം. പിന്നെ ഈ വഴിയിൽ വാട്ടർ ഷെഡ് എടുക്കുന്ന പരിപാടിയില്ലേ, അത് നിർത്തിക്കോ. പിന്നെ വീട്ടിൽ ചെലവിന് നിങ്ങൾ തരുമോ? നല്ലട്ടാ തരും, ഞാനല്ല ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഓട്ടോറിക്ഷ ആർക്കെങ്കിലും വാടക കൊടുത്തു കേട്ടാ. അപ്പോൾ നാളെ ഓക്കെ. പറ. എന്താണ് ഒരു വലിയ രഹസ്യം പറച്ചില്? എന്താണ് പുള്ളി പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്ത്.